ഹലോ, നല്ല പൊരി വെയിലത്ത് ആറ്റിങ്ങ വരെ പോവേണ് ഗൈസ്. വേണമെങ്കിൽ നേരത്തെ പോകാമായിരുന്നു, മടി അതിനെ സമ്മതിക്കണ്ടേ. എന്നിട്ട് ഈ നട്ടപ്പുറ വെയിലത്ത് കുട പോലും എടുക്കാതെയാണ് ഈ ചാടിത്തുള്ളി കഥ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് ഞാനും അവളും കൂടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഉള്ള വെയിൽ മൊത്തം കൊണ്ട് കേട്ടോ. പിന്നെ അതും കഴിഞ്ഞ് ആറ്റിങ്ങ ചെന്നിട്ട് തേരാപ്പാര വെറുതെ വെയിലും കൊണ്ട് നടന്നേ. പോണ്ടതും പോണ്ടാത്തതായ സ്ഥലങ്ങളും എല്ലാം വെറുതെ കിടന്ന് കറങ്ങി കേട്ടോ. ഇരട്ടി പണിയായിരുന്നു കേട്ടോ. വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ബസ് സ്റ്റോപ്പ്. പക്ഷേ ഈ ആറ്റിങ്ങിലോട്ട് പോകുന്ന സൈഡിൽ വെയിറ്റിംഗ് ഷെഡ് ഇല്ല കേട്ടോ. തിരിച്ചു പോകുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും മൊത്തം വെയിലും കൊള്ളേണ്ടി വന്നു. അങ്ങനെ ബസ്സിലൊന്ന് കയറിയപ്പോൾ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയേ, അതും ഫ്രണ്ട് സീറ്റ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. കുറേ നാൾ എവിടെ പോകണമെങ്കിലും ബസ് മാത്രമാണ്. പിന്നെ വണ്ടി എടുത്തപ്പോൾ പിന്നെ ബസ്സിൽ കയറാറേ ഇല്ലേ. അതുകൊണ്ട് ഇപ്പം ബസ്സിലേക്ക് പോകുമ്പോൾ വലിയ പാടാണ്, സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച്. നമ്മൾ പിന്നെ മൂന്നൂക്ക് എത്തിയപ്പോൾ ഇറങ്ങി ATM കയറാറുണ്ടായിരുന്നു. ആറ്റിങ്ങിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഐ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നേ. അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. ഹോസ്പിറ്റലിൽ എത്താറായപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ ഡേഡേന്ന് വിളിക്കുന്നേ. അതും ഒരു കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ശരിക്കും പേടിച്ചു പോയേ. നോക്കിയപ്പോൾ അത് ആരാ? എൻ്റെ ഹസ്ബൻഡ്. നമ്മൾ നടന്നു വരണം കണ്ടപ്പോഴത്തേക്കും വണ്ടി ചവിട്ടിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയേ. അവളുടെ കണ്ണിന് ഡസ്റ്റ് അലർജി പോലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമൊന്നും കാണിച്ചിട്ട് അങ്ങനെ ശരിയായില്ല. ATM പോയതും ഹോസ്പിറ്റലിൽ കാണിച്ചതും കറക്റ്റായിട്ട് പോയേട്ടാ. പിന്നെ അങ്ങോട്ടൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ വെറുതെ കിടന്ന് നടന്നായിരുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അലഞ്ഞതിന് ഒരു കണക്കും ഇല്ല കേട്ടോ. ആമിക്കുള്ള മോയ്സ്ചറൈസറും പമ്പേഴ്സും മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഒരു റൗണ്ട് അതൊക്കെ എടുത്ത് നോക്കിയാലല്ലേ സമാധാനം കിട്ടുള്ളൂ. പേടിക്കാൻ ഒരു പ്ലാനും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതെന്താണെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ ഫാൻസി ആയിട്ടൊക്കെ കണ്ട പിന്നെ അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കി കണ്ണെള്ളിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. പ്രത്യേകിച്ച് അതേ വൈബിലുള്ള ആളുടെ കൂടെ പോയാൽ പിന്നെ പറയാൻ വേണ്ട. ഇല്ലാത്ത സമയം ഫുള്ള് അവിടെ കളയും. കണ്ട ഇപ്പോഴാണ് വന്ന കാര്യത്തിലെത്തി. അവൾക്കുള്ള പാമ്പേഴ്സും ഒരു മോയ്സ്ചറൈസർ ക്രീമും അത് താഴെയാണ് കേട്ടോ അതിൻ്റെ മെഡിക്കൽ സ്റ്റോർ. മുകളിൽ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള കടയാണ്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് വന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ ലാസ്റ്റായിട്ടാണ് എത്തിയേക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവേണം. പിന്നെ പോയതൊക്കെയാണ് ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട്, പിന്നത്തേക്ക് കാര്യങ്ങൾ മാറ്റി വെച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അപ്പം ഓരോന്നും ചെയ്യാമായിരുന്നു. ഇങ്ങനെ വെറുതെ കിടന്ന് കറങ്ങേണ്ടി വന്നു കേട്ടോ കുറേ. എന്നിട്ട് പിന്നെ ക്ഷീണം മാറ്റം ഒരു നാരങ്ങ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ട് ബാക്കി കറക്കാൻ തുടങ്ങി. എങ്ങനെ ക്ഷീണം വരാതിരിക്കും? അങ്ങനെയാണ് വെയിലും കൊണ്ട് നടന്നത്. അതും മൂന്നൂക്കിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നടക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ക്ഷീണം കാരണം അധികം വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് സീരിയസ് ആയി കാര്യം. ആവശ്യമുള്ള സാധനം മേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നായി. മാറ്റി വെച്ച കാര്യങ്ങൾക്കെല്ലാം കൂടെ പിന്നെ ഒരു ദിവസം വരാം, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരാമെന്നുള്ള തീരുമാനമെത്തി. അതുകൊണ്ട് പെട്ടെന്ന് വന്ന കാര്യം നടത്തി വീട്ടിൽ പോണതല്ലേ ബുദ്ധി. മാറ്റി വെച്ചതും അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ മെറ്റീരിയലൊക്കെ എടുക്കാനുള്ള കടയിൽ കയറണമായിരുന്നു. അപ്പോൾ അത് എവിടെ പോകണം, എങ്ങനെ പോകണം ഒരു പിടുത്തമില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ചെന്നിടന്ന് കറങ്ങാനും തോന്നിയില്ല. അപ്പോൾ കുറച്ച് ദൂരം നടക്കും, പിന്നെ തിരിച്ചു വരും, പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ ഇതേക്കണക്ക് പോകും. അങ്ങനെയൊക്കെ എന്തായാലും ലാസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കി മേടിക്കുകയാണ്. അവിടെ നല്ല രീതിയിൽ സമയം പോയിട്ടുണ്ടായിരുന്നേ. അതൊരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞിട്ട് എങ്ങും നിന്നില്ല, നേരെ വീട്ടിലോട്ട് പോയി.